ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മനുഷ്യരായ നമുക്ക് കാശിന് പകരം കൈമാറ്റ സമ്പ്രദായമായിരുന്നു. അതായത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന സമ്പ്രദായം. പിന്നീട് പതിയെ പതിയെ രൂപമാറ്റം സംഭവിച്ച് നാണയത്തിലൂടെയും കറൻസിയിലൂടെയും സാധനങ്ങൾ വാങ്ങുന്ന സമ്പ്രദായത്തിലേക്ക് വന്നു ചേർന്നു. ഭാവിയിൽ അത് മുഴുവനായി ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്ക് വഴിമാറാൻ പോകുന്നു. അങ്ങനെ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കയ്യിൽ എപ്പോഴും കുറേ കാശുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതുണ്ടാക്കാനായി നെട്ടോട്ടം ഓടുന്നവരും ഉള്ളവർ അത് ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പണം നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എങ്ങനെയെന്നല്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ കഴിയുന്നു. കാശില്ലാത്തവർ അതുണ്ടാക്കാനുള്ള വഴികൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ചിന്തകളിൽ പണം ദിവസത്തിൽ കുറച്ചധികം സമയങ്ങളിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിയിൽ സമ്പത്തുള്ളവരേക്കാൾ എത്രയോ മടങ്ങാണ് സമ്പത്തില്ലാത്തവർ. കാശ് ശരിയായ രീതിയിൽ ലഭിക്കാതെ വരുമ്പോൾ പല വൈകാരികമായ നിമിഷങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കൂ, ഇവിടെ ഒന്ന് കയറൂ, കുറച്ചെന്തെങ്കിലും വാങ്ങിക്കൂ എന്ന് പറയുന്നത് പോലെ നമ്മളെ പ്രതീക്ഷിച്ച് തുറന്നു വച്ചിരിക്കുന്ന പലതരം ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ. ഇതിലൊന്നും പിടികൊടുക്കാതെ നമ്മൾ നടക്കുകയാണെങ്കിലും ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ പണ്ടത്തെ പോലെ പൊതു ടാപ്പുകളും പൊതു കിണറുകളുമില്ല. എന്തിനേറെ പറയട്ടെ, ദാഹം മാറ്റാൻ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വരെ ഇപ്പോൾ കാശ് വേണം. ഇങ്ങനെ നമ്മുടെ സന്തോഷം, സമാധാനം, സങ്കടം എന്നീ ഇമോഷൻസുകളിലെല്ലാം കാശ് ഒരു വലിയ ഘടകമായി നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കാശിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം. ചില സമയങ്ങളിൽ ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതും പണം തന്നെ. നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തെന്നോ അല്ലെങ്കിൽ കടം വാങ്ങിയെന്നോ ഇരിക്കട്ടെ, അത് ബന്ധുവെന്നോ കുടുംബത്തിലുള്ളവരെന്നോ ഫ്രണ്ട്സ് എന്നോ അപരിചിതരെന്നോ അങ്ങനെ ആർക്കായാലും തിരിച്ചു കിട്ടണമെന്ന് കൊടുത്ത ആൾക്കും തിരിച്ചു തരണമെന്ന് കിട്ടിയ ആൾക്കും ബോധ്യമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ വരുമ്പോൾ ബന്ധങ്ങൾക്ക് അവിടെ വിള്ളലേൽക്കുന്നു. അതുകൊണ്ടാണ് പണ്ടേ ആരോ പറഞ്ഞത്, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന്.